ഹായ്, ഫുട്ബോളിന്റെ ആദ്യത്തെ അധ്യായം കാണാം ഈ വീഡിയോയിൽ. ഫുട്ബോളിന്റെ ആദ്യകാല ചരിത്രം. ഫുട്ബോൾ പലതരത്തിൽ അത്ഭുതപ്പെടുത്തുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ കണ്ടു കഴിഞ്ഞു. അതുപോലെ മറ്റൊരു സംഭവമാണ് ഇനി കാണാനുള്ളത്. 1986 മെക്സിക്കോ ലോകകപ്പ്. അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുന്നു. പന്ത് ഇംഗ്ലണ്ടിന്റെ ഗോൾ പോസ്റ്റിനടുത്ത്. തൊട്ടരികിൽ ലോക പ്രശസ്തരായ രണ്ട് താരങ്ങൾ, ഇംഗ്ലണ്ടിന്റെ സൂപ്പർ ഗോളി പീറ്റർ ഷിൽട്ടനും അർജന്റീനയുടെ ഡിയാഗോ മറഡോണയും. ഉയർന്നു ചാടിയ മറഡോണയുടെ കയ്യിൽ കൊണ്ട പന്ത് നെറ്റിലെത്തി. ഉടൻ റഫറി വിധിച്ചു ഗോൾ. പന്ത് മറഡോണയുടെ കയ്യിൽ കൊണ്ട കാര്യം റഫറി അറിഞ്ഞിരുന്നില്ല. പിന്നീട് ഇതേപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അത് ദൈവത്തിന്റെ കൈയായിരുന്നു എന്നാണ് പ്രതികരിക്കുന്നത്. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത സംഭവങ്ങളിൽ ഒന്നാണിത്. കഥ പറയുന്ന കാൽപന്തിന്റെ ആദ്യ അധ്യായങ്ങളിലേക്ക്. ലോകത്ത് ഒട്ടുമിക്ക രാജ്യങ്ങളിലുമുള്ള കളി അങ്ങനെയാണ് ഫുട്ബോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. ഇത്രയേറെ പ്രചാരം നേടിയ കായിക വിനോദം ലോകത്ത് മറ്റൊന്നില്ല. സ്വന്തം ടീം വിജയിക്കും വരെ വിജയമോ പരാജയമോ കാര്യമാക്കാത്ത കളി എന്നിങ്ങനെ പലരും തമാശ രൂപത്തിൽ ഫുട്ബോളിന് നിർവചനം നൽകിയിട്ടുണ്ട്. എന്നാൽ ഫുട്ബോൾ തുടക്കത്തിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഏറെ മാറ്റങ്ങൾ വന്നാണ് ഇന്ന് നാം കാണുന്ന രൂപത്തിലെത്തിയത്. കാൽപന്ത് കളിയുടെ ഉത്ഭവം തേടിപ്പോയാൽ നാം എത്തുക 2500 വർഷങ്ങൾക്കപ്പുറമാണ്. ഫുട്ബോൾ കളിയെ പുത്തൻ നിയമങ്ങൾ കൊണ്ട് ഇന്നത്തെ രീതിയിലാക്കിയതിന്റെ മുഴുവൻ പങ്കും ഇംഗ്ലീഷുകാർക്ക് സ്വന്തമാണ്. എന്നാൽ പുരാതന ഫുട്ബോളിന്റെ ആരംഭം അവരിലൂടെ ആയിരുന്നില്ല. കാൽപന്ത് കളിയുടെ തുടക്കം തേടി അന്വേഷണം നടത്തിയവർ ചെന്നെത്തിയത് ചൈനയിലും ജപ്പാനിലും മാസിഡോണിയയിലും മറ്റുമാണ്. ഏകദേശം 2500 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സുച്ചു എന്ന കളിയെയാണ് ഫുട്ബോളിന്റെ ആദ്യ രൂപമായി ചരിത്രകാരന്മാർ കണക്കാക്കിയിരുന്നത്. സു എന്ന ചൈനീസ് വാക്കിന് കാലുകൊണ്ട് അടിക്കുന്നത് എന്നും ചു എന്ന വാക്കിന് തുകൽപന്ത് എന്നുമാണ് അർത്ഥം. ഈ രണ്ട് വാക്കുകളും കൂടിച്ചേർന്നാണ് സുച്ചു എന്ന പദമുണ്ടായത്. ചക്രവർത്തിയുടെ പിറന്നാൾ ദിനത്തിലോ മറ്റ് വിശേഷ ദിവസങ്ങളിലോ കൊട്ടാരത്തിലെ മൈതാനത്ത് സുച്ചു കളിച്ചിരുന്നു. ഒരു ടീമിൽ 1-2 കളിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 30 അടി ഉയരമുള്ള 2 തൂണുകളിലാണ് ഗോൾ പോസ്റ്റുകൾ. ഇതിൽ വലിച്ചു കെട്ടിയ ഒരടി സമചതുരത്തിലുള്ള നെറ്റിലേക്ക് പന്തടിച്ചു കയറ്റുന്നതാണ് ഗോൾ. മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ഉഗ്രൻ സമ്മാനങ്ങളും ലഭിച്ചിരുന്നു. തോൽക്കുന്നവർക്ക് പ്രതിഫലമായി പലതരം ശിക്ഷകളും ലഭിച്ചിരുന്നു. ജപ്പാനിൽ പ്രചാരമുണ്ടായിരുന്ന കെമാരി എന്ന വിനോദവും ഫുട്ബോളുമായി സാമ്യമുള്ളതാണ്. 14 ചതുരശ്ര അടി വലിപ്പമുള്ള ഗ്രൗണ്ടിലായിരുന്നു മത്സരം നടക്കുന്നത്. വടക്ക് കിഴക്കേ മൂലയിൽ ഒരു പണിമരവും തെക്ക് കിഴക്കേ മൂലയിൽ ഒരു വില്ലോ മരവും തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു മേപ്പിൾ മരവും നാട്ടിയായിരുന്നു അവരുടെ കളി. ഇതേ കാലയളവിൽ കാലുകൾ ഉപയോഗിച്ചുള്ള എപ്പിസ്കിറോസ് എന്ന ഒരുതരം തുകൽ പന്ത് കളി ഗ്രീസിലും നിലവിലുണ്ടായിരുന്നു. മഹാനായ അലക്സാണ്ടറുടെ സംഘത്തിലുണ്ടായിരുന്ന ചിലരാണ് ഈ രസികൻ കളി ഗ്രീസിലെത്തിച്ചത്. ഹർപാസ്റ്റം എന്ന പേരിൽ റോമിലും പന്തുകളി പ്രചരിച്ചിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കനുസരിച്ച് ഹർപാസ്റ്റവും പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ത്രികോണാകൃതിയിലുള്ളതായിരുന്നു മൈതാനം. ഓരോ കളിക്കാരനും പന്ത് കൈമാറി എതിരാളികൾ നിൽക്കുന്നതിന്റെ പുറകിലുള്ള വര കടക്കുകയാണ് ചെയ്യേണ്ടത്. ചെറുപ്പക്കാരാണ് മുന്നേറ്റ നിരയിൽ കളിച്ചിരുന്നത്. പ്രതിരോധ നിരയിൽ കളിച്ചിരുന്നവർ അധികവും പ്രായം ചെന്നവരായിരുന്നു. റോമ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്ന ഫ്രാൻസിൽ സൗൾ അഥവാ ചൗൾ എന്ന കളി പ്രചാരത്തിലുണ്ടായിരുന്നു. കാർണിവൽ സമയങ്ങളിലെ ഞായറാഴ്ചകളിലായിരുന്നു മത്സരം. ഇത് പിന്നീട് ഇംഗ്ലണ്ടിലും എത്തി. ഒരു മത്സരത്തിൽ നിന്ന് വ്യത്യസ്തമായി 2 ഗ്രാമങ്ങൾ തമ്മിലുള്ള യുദ്ധം പോലെയായിരുന്നു ഈ കളി. ഈസ്റ്ററിന് മുൻപുള്ള ഒരു പ്രത്യേക ദിവസം മത്സരം നടക്കും. തൊട്ടടുത്ത ദിവസം അതിന്റെ റീപ്ലേയും കാണും. പന്ത് കൂടുതൽ കൈവശം വെക്കുന്ന ടീമാണ് വിജയിക്കുക. 1314 ബാനോക്ബേൺ യുദ്ധങ്ങുന്നതിനു തലേന്ന് ഇംഗ്ലണ്ടിലെ എഡ്വേർഡ് രണ്ടാമൻ ഭരണാധികാരി നാട്ടിൽ ഫുട്ബോൾ നിരോധിച്ചു. തുടർന്ന് അധികാരത്തിൽ വന്ന എഡ്വേർഡ് മൂന്നാമനും മുൻഗാമിയുടെ തീരുമാനം തുടർന്നു.
ഫുട്ബോളിനൊപ്പം മറ്റ് കളികളും അദ്ദേഹം നിരോധിക്കുകയുണ്ടായി. ഇതിനിടെ ബ്രിട്ടനിലെ ഒരു സ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്ന റിച്ചാർഡ് മുൾക്കസ്റ്റർ ഇറ്റലി സന്ദർശിക്കാനിടയായി. അവിടെ പ്രചരിച്ചിരുന്ന കാൽഷ്യോ എന്ന കളി അദ്ദേഹത്തെ ആകർഷിച്ചു. കാൽഷ്യർ എന്ന വാക്കിന് തൊഴിക്കുക എന്നാണ് അർത്ഥം. അക്രമവും പരിക്കൻ രീതികളും ഒഴിവാക്കാനായി കാൽഷ്യോയിലെ ചില നിയമങ്ങൾ തങ്ങളുടെ കാൽപന്തു കളിയിലും സ്വീകരിച്ചാൽ നന്നാകുമെന്ന് അദ്ദേഹം കരുതി. കളിയിൽ നിന്ന് മാരകമായ ആക്രമണ ശൈലി മാറ്റണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധവുമുണ്ടായിരുന്നു. ഫുട്ബോളിന് ഒരു നിയമാവലി ഉണ്ടാകാൻ പിന്നെയും സമയമെടുത്തു. 1848 ഹാരോ, ഏറ്റൻ, റഗ്ബി, വിൻചെസ്റ്റർ തുടങ്ങിയ സർവകലാശാലയിലെ പ്രതിനിധികൾ ചേർന്ന് കേംബ്രിഡ്ജ് റൂൾസ് ഓഫ് 1848 എന്ന പേരിൽ ഫുട്ബോൾ നിയമാവലിക്ക് രൂപം നൽകി. അതിനുശേഷമാണ് 1855 ലോകത്തിലെ ആദ്യത്തെ ഫുട്ബോൾ ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഇംഗ്ലണ്ട് നിരവധി പന്തുകളിയിലും സ്വീകരിച്ചാൽ നന്നാകുമെന്ന് അദ്ദേഹം കരുതി. കളിയിൽ നിന്ന് മാരകമായ ആക്രമണ ശൈലി മാറണമെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. 19ാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഇംഗ്ലണ്ടിൽ നിരവധി ഫുട്ബോൾ ക്ലബ്ബുകൾ രൂപമെടുത്തു. 1863 ഒക്ടോബർ 26 ഹോൾബോണിൽ ചേർന്ന ഫുട്ബോൾ കളിക്കാരുടെയും സംഘാടകരുടെയും യോഗം ആദ്യത്തെ ഫുട്ബോൾ അസോസിയേഷന് രൂപം നൽകി. ഫുട്ബോൾ നിയമങ്ങൾ 1863 പരിഷ്കരിച്ചു. 1866 കളിക്കളത്തിന് നീളം 120 വാരയും വീതി 80 വാരയുമായി നിർണയിക്കപ്പെട്ടു. ഒരു ടീമിൽ 11 കളിക്കാർ, കളിസമയം 90 മിനിറ്റ് തുടങ്ങിയവയാണ് 1870 അംഗീകരിക്കുന്നത്. 1875 ഗോൾ പോസ്റ്റുകൾക്ക് ക്രോസ് ബാറും 1891 നെറ്റും ഉപയോഗിച്ചു തുടങ്ങി. ലോക ഫുട്ബോൾ ചരിത്രത്തിലെ ചില വഴിത്തിരിവുകൾ ശ്രദ്ധിച്ചാലോ? ഇങ്ങനെ കണക്കാക്കാവുന്ന ചില സംഭവങ്ങളെ കുറിച്ച് നോക്കാം. ലോകത്തിൽ ആദ്യമായി ഫുട്ബോൾ അസോസിയേഷൻ രൂപീകരിച്ചത് ഇംഗ്ലണ്ടിലാണ്. 1863 ഒക്ടോബർ 26 അത്. കൃത്യമായ മത്സര നിയമങ്ങളും മറ്റും ആദ്യമായി ചിട്ടപ്പെടുത്തുന്നത് ഇതോടുകൂടിയാണ്. ഹെർബർട്ട് ചാപ്മാൻ എന്ന ആളാണ് ഇത് നേതൃത്വം നൽകിയത്. ചരിത്രത്തിലെ ആദ്യത്തെ രാജ്യാന്തര ഫുട്ബോൾ മത്സരം 1872 നവംബർ 1 നടന്നു. ഇംഗ്ലണ്ടും സ്കോട്ട്ലൻഡും തമ്മിലായിരുന്നു മത്സരം. ഫിഫ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ വന്നത് 1904 മെയ് 21 ബെൽജിയം, ഡെൻമാർക്ക്, ഫ്രാൻസ്, നെതർലൻഡ്സ്, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളിലെ ദേശീയ ഫുട്ബോൾ അസോസിയേഷനുകൾ പാരീസിൽ യോഗം ചേർന്നാണ് ഫിഫയ്ക്ക് രൂപം കൊടുത്തത്. ജർമ്മൻ ഫുട്ബോൾ ഫെഡറേഷനും സംഘടനയിൽ ചേരാനുള്ള താല്പര്യം ആ ദിവസം തന്നെ പ്രകടിപ്പിച്ചു. 1912 ഫിഫയുടെ അംഗസംഖ്യ 21 ഉയർന്നു. 1925 അത് 36 1930 പ്രഥമ ലോകകപ്പ് നടക്കുമ്പോൾ അംഗബലം 41 ആയിരുന്നു. പാരീസ് ആയിരുന്നു തുടക്കത്തിൽ ഫിഫയുടെ ആസ്ഥാനം. 1932 അത് സൂറിച്ചിലേക്ക് മാറ്റി. ഫ്രഞ്ചുകാരനായ റോബർട്ട് ഗ്യൂറിൻ ആയിരുന്നു ഫിഫയുടെ ആദ്യ പ്രസിഡന്റ്. 1904 മുതൽ 6 വരെ അദ്ദേഹം തുടർന്നു. 1906 മുതൽ 18 വരെ ഇംഗ്ലീഷുകാരനായ ഡാനിയൽ ബെർലി വൂൾഹാൻ പ്രസിഡന്റായി. ഏറെ പ്രശസ്തനായ ഫ്രഞ്ചുകാരൻ യൂൾ എർമയുടെ ഊഴമായിരുന്നു പിന്നീട്. കഴിഞ്ഞ വീഡിയോകളിൽ നാം പരിചയപ്പെട്ട യൂൾ എർമെ. 1921 മുതൽ 54 വരെ റിമെ അധ്യക്ഷ സ്ഥാനം അലങ്കരിച്ചു. റിമയുടെ പിൻഗാമി ബെൽജിയംകാരനായ റെഡോഫ് വില്യംസ് സീൽഡ്രേയസ് ആയിരുന്നു. 1955 മുതൽ 61 വരെ ഇംഗ്ലീഷുകാരൻ ആർതർ ഡ്യൂവ്രി അധ്യക്ഷനായി. പിന്നീട് 74 വരെ ഇംഗ്ലണ്ടിന്റെ തന്നെ സർ സ്റ്റാൻലി റോസ് ആയിരുന്നു അധ്യക്ഷൻ. 1974 മുതൽ 2000 വരെ ബ്രസീലിന്റെ ജോ ഹാലസ് പ്രസിഡന്റായി. ഫിഫയ്ക്കും ലോക ഫുട്ബോളിനും ഇന്നത്തെ പരിഷ്കാരങ്ങൾ നേടിക്കൊടുത്തത് ഹാവ്ലൻഡ് ആണ്. യൂൾ റിമയ്ക്ക് ശേഷം കൂടുതൽ കാലം ഫിഫയുടെ അധ്യക്ഷ സ്ഥാനത്തിരുന്നതിന്റെ റെക്കോർഡും ഹാവ്ലൻഡിനു സ്വന്തം. 1998 ലോകകപ്പിന് തൊട്ടു മുൻപാണ് ഹാവ്ലൻഡ് സ്ഥാനമൊഴിഞ്ഞത്.
റഗ്ബിയുടെ തുടക്കം. 19-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഇംഗ്ലണ്ടിൽ പലയിടത്തും ഫുട്ബോൾ നിയമങ്ങൾ അതാത് ദേശക്കാർക്ക് തോന്നുന്ന തരത്തിലായിരുന്നു. എന്നാൽ കളിക്കിടെ പന്ത് കൈകൊണ്ട് തൊടുന്നത് അനുവദിച്ചിരുന്നില്ല. എന്നാൽ 1823 വില്യം വെബ് ഇല്ലിസ് എന്ന കളിക്കാരൻ പന്ത് കയ്യിലെടുത്തു. അങ്ങനെ ലക്ഷ്യത്തിലേക്ക് ഓടുകയുണ്ടായി. റഗ്ബി എന്ന സ്ഥലത്തായിരുന്നു ആ മത്സരം നടന്നത്. ഇല്ലീസിന്റെ കുസൃതി പുതിയൊരു കളിയുടെ ഉത്ഭവത്തിന് കാരണമായി. ഇന്ന് പ്രചാരത്തിലുള്ള റഗ്ബി ഫുട്ബോളിന്റെ തുടക്കം അങ്ങനെയായിരുന്നു. 1871 ആദ്യത്തെ റഗ്ബി ഫുട്ബോൾ യൂണിയൻ രൂപീകരിക്കപ്പെട്ടത്. നിങ്ങൾക്ക് പ്രിയങ്കരായ ഫുട്ബോൾ താരങ്ങളെ കമന്റ് ചെയ്യൂ. അടുത്ത തവണ നമുക്ക് അവരെ ഓരോരുത്തരെയായി പരിചയപ്പെടാം. ആരൊക്കെയാണ് അവർ? പ്ലീസ് ഡു കമന്റ്, ലൈക്ക് ആൻഡ് ഷെയർ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.